ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോയമ്പത്തൂരിലെ ഇഷ യോഗ ഫൗണ്ടേഷനിലാണ് മുന്നിൽ നിൽക്കുകയാണ്. ഇതാണ് നമുക്ക് എൻട്രൻസ് കേട്ടോ. നല്ല രസം കേട്ടോ, ഇവിടെ ആംബിയൻസൊക്കെ നല്ല രസമാണ് പോകാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്, വെറുതെ പോയി ഇങ്ങനെ വരരുത്. അപ്പോൾ നമ്മൾ നേരെ എൻട്രൻസിലെത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു കവാടം കാണാൻ പറ്റും. ആ കവാടത്തിൻ്റെതാ കാണുന്ന അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ബസ്സും കാറും എല്ലാം പോകുന്നത്. നേരെ ഉള്ളിൽ പോവുക. വലിയൊരു പാർക്കിംഗ് കേട്ടോ, ഇഷ്ടം പോലെ വലിയ പാർക്ക്. ഏകദേശം 1 കിലോമീറ്റേഴ്സ് നമുക്ക് ഉള്ളിൽ പോകണം. പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു രസം, ഒരു വലിയൊരു ഗേറ്റും പിന്നെ എല്ലാം നമ്മൾ ടൈൽസ് ഇട്ട പോലെ മാർബിൾ കല്ലിട്ട മാതിരിയെല്ലാം ചെറിയ ചെറിയ ഒരു ടൈൽസൊക്കെ വെച്ചിട്ട് റോഡൊക്കെ അടിപൊളി ബ്യൂട്ടിഫുൾ ആട്ടോ. ഓക്കെ, ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്ന അതിൻ്റെയൊക്കെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, നല്ല രസമാണ് കണ്ടോ. നമുക്കൊരു കൺഫ്യൂഷനൊന്നുമില്ല, ലോറി ആ ട്രാക്ടർ വരുന്നില്ല, അത് നേരെ വെച്ച് പിടിക്കുക. നേരെ ആൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റേഴ്സ് അത്ര ഉണ്ട്. ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇഷായോഗി ഫൗണ്ടേഷൻ്റെ നമ്മുടെ ശിവൻ്റെ ഒരു പ്രതിമ അവിടെ കാണുന്നത്. അതിലാണ് നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുന്ന ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈവനിങ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മൾ മോർണിംഗ് ആണ് വന്നത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ ഏകദേശം നമ്മളിവിടെ അടുത്തെത്തി. അപ്പോൾ ശിവൻ്റെ പ്രതിമ കാണുന്നുണ്ട്. നല്ല രസോട്ടോ. എന്തായാലും നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. ഇത് കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെടികളൊക്കെ പിടിപ്പിച്ച് കാളവണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ തിരക്കുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. മച്ച് ബെറ്റർ നമ്മളൊരു 3 മണിക്കൊക്കെ വരുന്നതായിരിക്കും ഈസി. ഇവിടെ വന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടോ, ഭഗവാനെ അവിടെ കാണുന്നുണ്ട്. ശിവൻ്റെ വലിയൊരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അമ്പലമുണ്ട്, ശിവലിംഗമുണ്ട്, നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് എടുക്കുക, 30 രൂപ അങ്ങനെ എന്തോ ആണ്, 20 റുപ്പീസ് എന്തോ തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് ഇവിടെ ഒരു ആശ്രമമുണ്ട് കേട്ടോ, ചെറിയൊരു ആശ്രമമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ഇത് തരും. നമുക്കൊരു രുദ്രാക്ഷമാല, ഒരു 6 മുഖമുള്ള രുദ്രാക്ഷമാല തരും. മാലയല്ല, ചെറിയൊരു രുദ്രാക്ഷം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ജസ്റ്റ് ഇതിനുള്ളിൽ എന്താണെന്നൊന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ അവിടെ ഉള്ളിൽ വേറെ കുറച്ച് ടീംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. വലിയൊരു ഹാളാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമുക്കൊരു ഇതിലെല്ലാം ഒരു മൈൻഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക് ഇട്ട് തരും. നമ്മൾ കണ്ണടച്ചിട്ട് ഇരിക്കണം. അപ്പോൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പേരും കാര്യങ്ങളും അഡ്രസ്സൊക്കെ ഇവിടെ എഴുതി ഫില്ല് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു മെഡിറ്റേഷൻ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ചെറിയൊരു റൂമാണ്, പീസ് ഓഫ് മൈൻഡ് കിട്ടും. ചെറിയൊരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് കിട്ടുന്നത് നമ്മൾ ശരിക്കും വേറെ ഏതോ ഒരു ലോകത്തിലെത്തുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇതിൽ കയറി പോയി കഴിഞ്ഞാൽ ഉള്ളിൽ പോകുമ്പോൾ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് കിട്ടും. അതിൽ കയറിയിട്ട് നമുക്ക് എല്ലാം ചെയ്യാം. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇഷ ഫൗണ്ടേഷൻസിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ ടോയ്സും അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് നമുക്കിവിടെ വരുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ എൻജോയ് ചെയ്യണ മാതിരി വരണം. നമ്മളിവിടെ വന്ന എല്ലാം നമ്മൾ ജസ്റ്റൊക്കെ നോക്കുക. വാങ്ങിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നല്ല കോസ്റ്റ്ലിയാണ്. വാങ്ങിക്കണമെന്നൊന്നുമില്ല, നമുക്ക് എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ്. ഡ്രസ്സുണ്ട്, അതുപോലത്തെ യോഗ ഡ്രസ്സ്, പിന്നെ അങ്ങനത്തെ മോഡൽസൊക്കെ ഉണ്ട്. കോഫി, പിന്നെ നമുക്ക് ടിഫിൻ കഴിക്കാൻ എല്ലാം ഇതുണ്ട്. ഞാനൊരു പാൻറ്റ് ചോദിച്ചു കേട്ടോ, ചെറിയൊരു 1500 റുപ്പീസ് പറഞ്ഞു. നല്ല കോസ്റ്റ്ലി കേട്ടോ. അതൊന്നും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വരിക, നമ്മളിങ്ങനെ നോക്കി എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പോവുക. ഇപ്പോൾ ഇതേ സ്ഥാനത്ത് ഈവനിങ് കാണിച്ചാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 12 o'clock ആയി ഇവിടെ എത്തുമ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്, അവരുടെ തന്നെയാണ്. പക്ഷെ നല്ല കോസ്റ്റ് ഉണ്ട്. ഏകദേശം 1000 സംതിങ് ഒക്കെ ഉണ്ട്. റിങ്ങൊക്കെ നമ്മൾ കയ്യിലിടുന്ന വളകളൊക്കെ ചെമ്പിൻ്റെയും പിച്ചളുടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ 1000 എബോവ് വരുന്നുണ്ട്. അതൊക്കെ നല്ല കോസ്റ്റാണ്. ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1/4 കിലോമീറ്ററോളം അങ്ങ് അവിടെ എത്തണമെങ്കിൽ അത്രയും ദൂരം നടക്കണം കേട്ടോ. അത്രയും ദൂരമുണ്ട്. പോകുന്ന വഴി കണ്ടോ, നല്ല രസം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പീസ് ഓഫ് മൈൻഡ് വിട്ട് നമ്മൾ ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ഉണ്ട്. ഒരു മഴമൂട്ടം ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതാണ് ഇത് കുറച്ച് ക്ലിയർ കുറവ്. അവിടെ ഒരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബ്രെഡ് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കിട്ടും. ഇവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ സൂക്ഷിക്കണം, ചെറിയൊരു ക്ലോറക്സിൻ്റെ ഒക്കെ മണമുണ്ട് പുറത്തത്തെ വെള്ളം. നമുക്ക് വേണ്ടത് ബോട്ടിൽ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. കണ്ടോ, ഈ മലയിൽ ഇങ്ങനെ ചുറ്റുപാട് മല കേട്ടോ. നല്ലൊരു സ്ഥലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഈവനിങ് വന്നിട്ട് 7:20 ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സ്റ്റാർട്ടാവും. 7:40 ലൈറ്റ്
ഫിനിഷ് ആവും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടും കാണാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായി. നമ്മൾ ടൗണിൽ കോയമ്പത്തൂർ ടൗണിലൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും ഒരു 5-10 മിനിറ്റ്സ് ലേറ്റായിപ്പോയി. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വെള്ളത്തിൽ കുളിച്ചിട്ട് അതൊരു പരിപാടി ഉണ്ട്, അത് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനൊരു സിസ്റ്റം ഉണ്ട്. ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് നമ്മൾ അവർ തരുന്ന ഡ്രസ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ എല്ലാ ഡ്രസ്സും അവിടെ ഊരി വെക്കണം. അതെന്നിട്ട് അവർ നമുക്കൊരു ഡ്രസ്സ് തരും. ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ 2-3 പ്രാവശ്യം ഫ്രഷ് ആയിട്ട് വേണം ആ വെള്ളത്തിൽ ഇറങ്ങി. അവിടെ ഒരു ശിവലിംഗമുണ്ട്, ആ ശിവലിംഗത്തിൽ പോയി ടച്ച് ചെയ്തിട്ട് തിരിച്ച് വരാൻ പറ്റും. എന്തായാലും ശരി, നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമ്മളതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ പോയി വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതെന്തായാലും നമ്മളത് കൺഫേം ആയിട്ട് പോവും. അതൊരു എക്സ്പീരിയൻസ് അറിയാനുണ്ട്. അടുത്തെത്തും തോറും നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ഫീലാണ് ഇവിടെ എത്തുമ്പോൾ, ഒരു രസമാണ്. ഭഗവാൻ അങ്ങനെ കാണുമ്പോൾ തന്നെ ഇത്രയും ഒരു പ്രതിമ, വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് കാണാൻ തന്നെ ഒരു രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്തെത്തുന്ന സമയത്ത് ഈവനിങ് ഒരു 7 o'clock, ആദ്യമൊക്കെ വീക്ക്ലി വൺസ് സൺഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും ലൈറ്റ് ഉണ്ട്, 5-10 മിനിറ്റ്സ് എല്ലാ ദിവസവും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് കാണാം. പക്ഷേ ഉള്ളിൽ പോകുന്തോറും നമുക്ക് വലിയൊരു എന്താ പറയുക, ഒരു പീസ് ഓഫ് മൈൻഡ് തന്നെ നമുക്ക് കിട്ടും. ഇവിടെ വരുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് നമ്മൾ വന്ന് കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഓം നമഃ ശിവായ.